വെറും 2 മിനിറ്റ് കൊണ്ട് ഐപി അഡ്രസ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കരുത്. കാരണം നെറ്റ്വർക്കിംഗ് ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഐടി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ജോലി നോക്കുന്ന ഒരാളാണെങ്കിലും ഐപി അഡ്രസ് അറിഞ്ഞിരിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോണിൽ വിളിക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുക്കും. നിങ്ങളുടെ ഫോണിന് ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ, ഒരു സിം കാർഡ് ഉണ്ടാവും. എങ്കിലേ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോൺ നമ്പർ ഡയൽ ചെയ്യും. നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ലോകത്ത് ആരുടെ ഫോൺ നമ്പർ നോക്കിയാലും ആ ഒരു നമ്പർ വേറെ ആർക്കും കാണത്തില്ല. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് അല്ലെങ്കിൽ ആ ഒരു യൂസറിന് യുണീക്ക് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും അല്ലേ. സോ ഈ ഒരു ഫോൺ നമ്പർ വെച്ചിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോണിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോൺ നമ്പർ ഡയൽ ചെയ്യുന്ന സമയത്ത് ഈ 2 ഫോണുകൾ തമ്മിൽ ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബേസിക്കലി ഈ ഫോൺ നമ്പർ നെറ്റ്വർക്കിംഗ് ലോകത്തോട്ട് വരുമ്പോഴത്തേക്കും ഐപി അഡ്രസ് ആവും. ഇനി നമുക്ക് നെറ്റ്വർക്കിംഗ് ലോകത്തോട്ട് പോകാം. ഒരു നെറ്റ്വർക്കിനകത്ത് ഒരുപാട് ഡിവൈസുകൾ ഉണ്ടാകും. കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും, ഐഒടി ഡിവൈസസ് ഉണ്ടാകും, സ്വിച്ചസ് ഉണ്ടാകും, റൗട്ടേഴ്സ് ഉണ്ടാകും. അതുപോലെ ഒരുപാട് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഉണ്ടാകും. സോ ഫോൺ നമ്പർ വെച്ചിട്ട് നമ്മൾ മൊബൈൽ നെറ്റ്വർക്കുകളിൽ മൊബൈലുകളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിനകത്ത് നമ്മൾ നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെ ഐപി അഡ്രസ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസിന് അസൈൻ ചെയ്തിരിക്കുന്ന 32 ബൈനറി ഡിജിറ്റ്സ് ഉള്ള ഒരു നമ്പറാണ് ഐപി അഡ്രസ്. ബൈനറി എന്ന് പറഞ്ഞാൽ 0യും 1ഉം മാത്രമേ കാണത്തുള്ളൂ. അതേസമയം ഡെസിമൽ എന്ന് പറയുന്നത് 0 to 9, 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും ഡിജിറ്റ്സ് ഉണ്ടാവും. സോ ഈ 32 ഡിജിറ്റ് ഉള്ള ബൈനറി നമ്പറിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 4 ഒക്ടറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ഈ കാണുന്നത് ഒരു ഐപി അഡ്രസ് ആണ്. അതിന്റെ ഡോട്ടഡ് ബൈനറി റെപ്രസെന്റേഷൻ എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 4 പാർട്ടായിട്ടാണ് നമ്മൾ ഐപി അഡ്രസ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 00001010. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 00001001. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മുഴുവൻ 0 ആണ്. 8 0 ആണ് അല്ലേ. നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 00011001. പക്ഷേ ഇത്രയും വലിയൊരു നമ്പർ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലേ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്പേഴ്സിനെ, ഈ 4 ഒക്ടറ്റിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ആദ്യത്തെ ഒക്ടറ്റ് 00001010 എന്ന് പറയുന്ന ബൈനറിയുടെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒക്ടറ്റ് 00001001 അതിൻ്റെ ഡെസിമൽ എന്ന് പറയുന്നത് 9 ആണ്. അടുത്തത് നിങ്ങൾക്ക് ഊഹിക്കാം 00000000 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ 00011001 അതിൻ്റെ ഡെസിമൽ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ നമ്മൾ ഈ ഡോട്ടഡ് ബൈനറി റെപ്രസെൻറ്റേഷൻ്റെ 4 ഒക്ടറ്റിനെയും നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പരിചയമുള്ള ഐപി അഡ്രസ് ആവും. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, ഐപി അഡ്രസ് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഐപി അഡ്രസ്സിൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എന്തായിരിക്കും? ഐപി അഡ്രസ്സിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ബൈനറി ഡിജിറ്റും 0 ആവുന്ന സമയത്താണ് അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ എല്ലാ ഒക്ടറ്റും 0 ആവുന്ന സമയത്ത് നമുക്ക് 0000 അല്ലെങ്കിൽ 0.0.0.0 എന്ന് പറയുന്ന ഒരു ഐപി അഡ്രസ് കിട്ടും. ഇനി ഏറ്റവും കൂടിയ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ബൈനറി നമ്പേഴ്സും 1 ആവുന്ന സമയത്ത് നമുക്ക് 255.255.255.255 എന്ന് പറയുന്ന ഐപി അഡ്രസ് കിട്ടും. എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ IP വേർഷൻ 4 അഡ്രസ്സുകളും ഈ നമ്പേഴ്സിൻ്റെ ഇടയ്ക്കായിരിക്കും എപ്പോഴും. ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു IP അഡ്രസ്സിന് 2 പാർട്ടുണ്ട്. ഒരു നെറ്റ്വർക്ക് പാർട്ടും ഉണ്ട്, ഒരു ഹോസ്റ്റ് പാർട്ടും ഉണ്ട്. നെറ്റ്വർക്ക് പാർട്ട് എന്ന് പറയുന്ന പാർട്ട് നമ്മുടെ ഡിവൈസിൻ്റെ നെറ്റ്വർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പിന്നെയുള്ള ഹോസ്റ്റ് പാർട്ട് വെച്ചിട്ട് ആ ഒരു ഡിവൈസ്, ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ ഒരു വൈഫൈ റൗട്ടർ ഉണ്ടെന്ന് വെച്ചോളൂ, ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ട്. നിങ്ങളുടെ വൈഫൈ റൗട്ടറിൽ കോൺഫിഗർ ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് പാർട്ട് എന്ന് പറയുന്നത് 192.168.0.0/24 ആണെന്ന് വെച്ചോളൂ. ആ /24 ആണ് നമ്മുടെ IP അഡ്രസ്സിൻ്റെ നെറ്റ്വർക്കിംഗ് പാർട്ട് എത്ര, ഹോസ്റ്റ് പാർട്ട് എത്ര എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. തൽക്കാലത്തേക്ക് ഇത് മനസ്സിലാക്കുക. ഈ /24 എന്ന് പറയുന്നത് ആദ്യത്തെ 3 ഒക്ടറ്റ്, അതായത് ആദ്യത്തെ 3 പാർട്ട് എപ്പോഴും നെറ്റ്വർക്ക് പാർട്ടായിരിക്കും. ലാസ്റ്റ് ഒരു പാർട്ട്
ഹോസ്റ്റ് പാർട്ടും. സോ നിങ്ങളുടെ വൈഫൈ റൗട്ടറിൽ ഒരുപാട് ഡിവൈസസ് കണക്ട് ചെയ്തിരിക്കും. സോ എല്ലാ ഡിവൈസുകളുടെയും ആദ്യത്തെ 3 ഒക്ടറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. 192.168.0 ആയിരിക്കും. അതിൻ്റെ ലാസ്റ്റ് പാർട്ടായിരിക്കും ഓരോ ഡിവൈസുകൾക്കും എപ്പോഴും മാറി മാറി വരുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു റൗട്ടറും പി സിയും മൊബൈൽ ഫോണും റാസ്ബെറി പൈ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ആദ്യം 192.168.0 ആയിരിക്കും. ബാക്കിയുള്ള പാർട്ട് എപ്പോഴും ഇപ്പോൾ റൗട്ടറിന് ചിലപ്പോൾ 1 ആയിരിക്കും, പി സിക്ക് 2 ആയിരിക്കും, മൊബൈൽ ഫോണിന് 3 ആയിരിക്കും, രണ്ടാമതൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് 4 ആയിരിക്കും, റാസ്ബെറി പൈ ഉണ്ടെങ്കിൽ അത് 5 ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ /24ൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? പക്ഷേ ഈ /24 വെച്ചിട്ട് നമ്മൾ എങ്ങനെ നെറ്റ്വർക്കിംഗ് പാർട്ടും ഹോസ്റ്റ് പാർട്ടും ഐഡന്റിഫൈ ചെയ്യും? നമുക്കൊരു ചെറിയ നമ്പർ നോക്കാം, /8 നോക്കാം. ഈ /8 എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 8 ബൈനറി ഡിജിറ്റ് നെറ്റ്വർക്ക് പാർട്ടും ബാക്കിയുള്ളത് ഹോസ്റ്റ് പാർട്ടാണെന്ന്. /16 ആണെങ്കിൽ ആദ്യത്തെ 16 ബൈനറി ഡിജിറ്റ്, അതായത് ആദ്യത്തെ 2 ഒക്ടറ്റ് നെറ്റ്വർക്ക് പാർട്ടും ബാക്കിയുള്ള 2 ഒക്ടറ്റ് ഹോസ്റ്റ് പാർട്ടാണെന്നാണ്. അതുപോലെ /24 ആണെങ്കിൽ ആദ്യത്തെ 24 ബൈനറി ഡിജിറ്റ്, അതായത് ആദ്യത്തെ 3 ഒക്ടറ്റ് നെറ്റ്വർക്കിനെയും അതുപോലെ തന്നെ അവസാനത്തെ ഒരു ഒക്ടറ്റ്, അതായത് അവസാനത്തെ 8 ബൈനറി ഡിജിറ്റ് ഹോസ്റ്റിനെയും ഐഡന്റിഫൈ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഈ /8 കൂടാതെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് പാർട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേറൊരു വഴിയും കൂടെ ഉണ്ട്. നെറ്റ്വർക്ക് മാസ്ക് എന്ന് പറയും. ഈ നെറ്റ്വർക്ക് മാസ്ക് എന്ന് പറയുന്നത് ഐപി അഡ്രസ് പോലെ തന്നെ ഇരിക്കും. പക്ഷേ നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു /8 ഐപി അഡ്രസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നെറ്റ്വർക്ക് പാർട്ട് എപ്പോഴും എല്ലാം 1 ആയിരിക്കും. സോ /8 എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 8 ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, ബാക്കി എല്ലാം 0. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 255.0.0.0 എന്ന് പറയും. അതിനെയാണ് നെറ്റ്വർക്ക് മാസ്ക് എന്ന് പറയുന്നത്. സോ 16 ആവുന്ന സമയത്ത് /16 ആവുന്ന സമയത്ത് 255.255.0.0 എന്ന് വരും. അതുപോലെ തന്നെ /24 ആവുന്ന സമയത്ത് നെറ്റ്വർക്ക് മാസ്ക് എന്ന് പറയുന്നത് 255.255.255.0 എന്ന് വരും. അത്രയേ ഉള്ളൂ. സോ ഈ നെറ്റ്വർക്ക് മാസ്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐപി അഡ്രസ്സുകളെ വളരെ സിമ്പിളായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, ഇതിൻ്റെ കരിയറിനെ പറ്റിയോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട. നിങ്ങൾക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ക്ലാസ് എ ഐപി അഡ്രസ് ഉണ്ട്, ക്ലാസ് ബി ഉണ്ട്, ക്ലാസ് സി ഉണ്ട്, ക്ലാസ് ഡി ഉണ്ട്, ക്ലാസ് ഇ ഉണ്ട്. സോ ക്ലാസ് എ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഒക്ടറ്റ്, അതായത് ആദ്യത്തെ 8 ബൈനറി ഡിജിറ്റ് എപ്പോഴും 1 ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ നെറ്റ്വർക്ക് മാസ്ക് എന്ന് പറയുന്നത് 255.0.0.0 ആണ്. സോ ക്ലാസ് എയുടെ ഐപി അഡ്രസ്സിൻ്റെ ടോപ്പ് ടു എൻഡ് റേഞ്ച് എന്ന് പറയുന്നത് 1.0.0.0 തൊട്ട് 126.255.255.255 ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും എപ്പോഴും ക്ലാസ് എ ഐപി അഡ്രസ് എന്ന് പറയുന്നത്. ഇനി ക്ലാസ് ബി എന്ന് പറയുന്നത് ആദ്യത്തെ 2 ഒക്ടറ്റ് നെറ്റ്വർക്കിനെയും ബാക്കിയുള്ള 2 ഒക്ടറ്റ് ഹോസ്റ്റിനെയും ഐഡന്റിഫൈ ചെയ്യുന്നു. സോ അതിൻ്റെ നെറ്റ്വർക്ക് മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 255.255.0.0. സോ ഇതിൻ്റെ ഐപി അഡ്രസ് റേഞ്ച് എന്ന് പറയുന്നത് 128.0.0.0 തൊട്ട് 191.255.255.255 ഇത്രയും ഐപി അഡ്രസ്സുകളാണ് ക്ലാസ് ബിക്കകത്ത് വരുന്നത്. പിന്നെ ക്ലാസ് സി എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ 3 ഒക്ടറ്റ് എപ്പോഴും നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അവസാനത്തെ ഒരു ഒക്ടറ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. സോ അതിൻ്റെ നെറ്റ്വർക്ക് മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും 255.255.255.0 ആയിരിക്കും. സോ ഇതിൻ്റെ ഐപി അഡ്രസ് റേഞ്ച് എന്ന് പറയുന്നത് 192.0.0.1 തൊട്ട് 223.255.255.255 ആണ്. പിന്നെ ഇത് കൂടാതെ തന്നെ ക്ലാസ് ഡി, ക്ലാസ് സി ഐപി അഡ്രസ്സുകളുണ്ട്. പക്ഷേ അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഐപി അഡ്രസ്സുകളല്ല. വേറെ ചില സ്പെഷ്യൽ കേസസിന് വേണ്ടിയിട്ടും ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടും റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐപി അഡ്രസ്സുകളാണ്. സോ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വച്ചിരുന്നാൽ മതി. ചിലപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ചോദിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഐപി അഡ്രസ്സുകൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആയിരിക്കും. ഇനി ഈ പറഞ്ഞ ക്ലാസ്സുകളല്ലാതെ തന്നെ 2 ടൈപ്പ് എല്ലാ ഐപി അഡ്രസ്സുകളെയും നമ്മൾ 2 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പബ്ലിക് ഐപി അഡ്രസ്, 2 പ്രൈവറ്റ് ഐപി അഡ്രസ്. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ കാണിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഇൻ്റർനെറ്റിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഐപി അഡ്രസ്സുകളെ നമ്മൾ പബ്ലിക് ഐപി അഡ്രസ് എന്ന് പറയുന്നു. ഇൻ്റർനെറ്റിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത കൊച്ചു കൊച്ചു നെറ്റ്വർക്കിനകത്തുള്ള ഐപി അഡ്രസ്സുകളെ നമ്മൾ പ്രൈവറ്റ് ഐപി അഡ്രസ് എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടെന്ന് വെച്ചോളൂ.
ആ വൈഫൈ നെറ്റ്വർക്കിനായിട്ട് നമ്മൾ ഒരുപാട് ഡിവൈസുകൾ കണക്ട് ചെയ്യുമല്ലേ? ആ ഡിവൈസുകൾക്കെല്ലാം അതായത് ആ ഒരു കുഞ്ഞ് നെറ്റ്വർക്ക് വൈഫൈ നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസുകൾക്ക് എപ്പോഴും പ്രൈവറ്റ് ഐപി അഡ്രസ്സുകളായിരിക്കും കിട്ടുന്നത്. പ്രൈവറ്റ് ഐപികൾ നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം നമുക്ക് ഗൂഗിളിന്റെ വെബ്സൈറ്റ് നോക്കാം. അതൊരു സെർവറാണ്, ഒരു കമ്പ്യൂട്ടറാണ്. അതുപോലെ തന്നെ വേറെ ഒരുപാട് ഓൺലൈനായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകളുടെ സെർവർ ഉണ്ടല്ലേ? അതൊക്കെ നമുക്ക് ഇന്റർനെറ്റ് വഴി തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ആ ഐപി അഡ്രസ്സുകളെ നമുക്ക് ഇന്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഐപി അഡ്രസ്സുകളെ പബ്ലിക് ഐപി അഡ്രസ് എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ഐപി അഡ്രസ് ഇല്ലേ? അതിനകത്ത് ചില ഐപി അഡ്രസ്സുകൾ ഈ പ്രൈവറ്റ് ഐപി അഡ്രസ്സിങ്ങിനായിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐപി അഡ്രസ്സുകളാണ്. ഇനി ഈ പബ്ലിക് ഐപി അഡ്രസ്സും പ്രൈവറ്റ് ഐപി അഡ്രസ്സും കാര്യങ്ങളും എല്ലാം പ്രാക്ടിക്കലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിലൊരു ഇന്റർനെറ്റ് കണക്ഷൻ വേണമെന്ന് വെച്ചോളൂ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? നിങ്ങളൊരു ഐഎസ്പിയെ കോൺടാക്ട് ചെയ്യും. ഐഎസ്പി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അത് ഏഷ്യാനെറ്റ് ആവാം, ജിയോ ആകാം, എയർടെൽ ആകാം, കേരള വിഷൻ ആകാം, എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യും. അവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ലൈൻ വലിച്ചിട്ട് ഒരു മോഡത്തിൻ്റെ ഇപ്പുറത്ത് റൗട്ടറും കണക്ട് ചെയ്ത് വെച്ച് തരും. ചിലപ്പോൾ ഈ മോഡവും റൗട്ടറും ഒറ്റ ഡിവൈസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റൗട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യും. നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങളുടെ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യും. ഇങ്ങനെയുള്ള നിങ്ങളുടെ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിവൈസുകളും നിങ്ങളുടെ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യും അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മോഡം പ്ലസ് റൗട്ടർ ഡിവൈസ് കൊണ്ട് വച്ച് ഈ ഒരു കേബിൾ നിങ്ങളുടെ വൈഫൈ റൗട്ടറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വൈഫൈ റൗട്ടറിൻ്റെ ഒരു അറ്റത്ത് ഒരു പബ്ലിക് ഐപി അഡ്രസ്സ് കിട്ടുന്നു. അതായത് ഇൻ്റർനെറ്റുമായിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഐപി അഡ്രസ്സ് കിട്ടുന്നു. അത് ഒരു പബ്ലിക് ഐപി അഡ്രസ്സ് ആയിരിക്കും. ഇനി വൈഫൈ റൗട്ടർ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകൾക്കും അതിൻ്റേതായ പ്രൈവറ്റ് ഐപി അഡ്രസ്സുകൾ കിട്ടുന്നു. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പ്രൈവറ്റ് ഐപി ഉള്ള ഡിവൈസുകളെല്ലാം കൂടെ ഈ ഒരു പബ്ലിക് ഐപി അഡ്രസ്സ് ഷെയർ ചെയ്യുകയാണ്. സോ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ വൈഫൈ റൗട്ടറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്രൈവറ്റ് ഐപി ഉണ്ടാവത്തുള്ളൂ. ആ ഒരു പ്രൈവറ്റ് ഐപി അഡ്രസ് ഡയറക്റ്റ് ഇന്റർനെറ്റിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങളുടെ ഫോണിൽ നിന്നും ജിമെയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഫോണിൽ നിന്നും ഡേറ്റ പാക്കറ്റ്സ് റൗട്ടറിന് അയച്ചു കൊടുക്കുന്നു. റൗട്ടർ ഒരു നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പബ്ലിക് ഐപി അഡ്രസ് വെച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിന് റിക്വസ്റ്റ് അയക്കുന്നു. ആ റിക്വസ്റ്റ് ഇൻസ്റ്റാഗ്രാം പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് റൗട്ടറിന് അയച്ചു കൊടുക്കുന്നു. റൗട്ടറാണ് തിരിച്ച് നമ്മുടെ ഫോണിലേക്ക് അതിൻ്റെ റെസ്പോൺസ് പാക്കറ്റ് അയക്കുന്നത്. സോ ഇങ്ങനെയാണ് ശരിക്കും ഫ്ലോ നടക്കുന്നത്. നമുക്കൊരിക്കലും ഒരു പ്രൈവറ്റ് ഐപി അഡ്രസ്സ് കൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രൈവറ്റ് ഐപി വെച്ച് നമ്മളൊരു പബ്ലിക് ഐപി അഡ്രസ്സിനെ റീച്ച് ചെയ്യുന്നു. അതായത് റൗട്ടറിനെ റീച്ച് ചെയ്യുന്നു. എന്നിട്ട് റൗട്ടറാണ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആക്സസ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ച് അതിൻ്റെ റെസ്പോൺസ് തിരിച്ച് റൗട്ടറിൽ വരുന്നു. പബ്ലിക് ഐപി അഡ്രസ് ഉള്ള റൗട്ടറിൽ വരുന്നു. എന്നിട്ട് അതിനെ തിരിച്ച് നമ്മുടെ ഫോൺ ഏത് ഡിവൈസിൽ നിന്നാണോ ആക്സസ് ചെയ്തത്, ഏത് പ്രൈവറ്റ് ഐപി അഡ്രസ്സാണോ ആക്സസ് ചെയ്തത്, ആ അഡ്രസ്സിലേക്ക് തിരിച്ചു പോകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള വൈഫൈ നെറ്റ്വർക്കുകൾ ഐപി അഡ്രസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്.